ഹായ്, കശുവണ്ടിയുടെ സീസണല്ലേ? കശുവണ്ടി പരിപ്പ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? നമുക്ക് പറിച്ചു വെച്ച കശുവണ്ടി ഇങ്ങോട്ട് കുടഞ്ഞിടാം. നമുക്ക് ഇച്ചിരി കയ്യിൽ എണ്ണ വരട്ടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ചൊന നമ്മുടെ കൈ പൊള്ളിക്കും. അപ്പം നമുക്ക് പയ്യെ ഓരോന്നോരോന്ന് ചൂടാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതിൻ്റെ പുറന്തോലി മാറ്റാം. നമുക്ക് പൊളിച്ച് വെച്ച കശുവണ്ടി പരിപ്പ് ഇതിലേക്ക് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. നമുക്ക് ഉള്ളി പൊടിക്കാം. കശുവണ്ടി പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് സവോള, ഉള്ളി, തക്കാളി, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, ഇഞ്ചി ഇവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുളക് കീറി വെച്ചിട്ടുണ്ട്. കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചീനിച്ചട്ടി ചൂടായെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളി ഏതാണ്ട് മൂന്നെന്ന് തോന്നുന്നു. നമുക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കാം. തേങ്ങാക്കൊത്തൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് വേകട്ടെ. കശുവണ്ടി പരിപ്പ് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വറന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കൂടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേഗം വെക്കാം. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഞാൻ ആദ്യം തേങ്ങ പിഴിഞ്ഞിട്ട് തലപ്പാലം മാറ്റി വെച്ചിരുന്നു. ആ തലപ്പാലം കൂടെ ഒഴിച്ചങ്ങ് വാങ്ങാം. ഒന്ന് ഇളക്കി നോക്കാം. അമ്മോ, നമുക്ക് കഴിക്കാം. കഴിക്കേ. സൂപ്പർ.